നമസ്കാരം. തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ഇലക്ഷൻ സ്പെഷ്യൽ ശ്രീ ദാമോദർ പ്രസാദുമായിട്ടാണ്. അദ്ദേഹം കോഴിക്കോട് നിന്നാണ്, ഞാൻ ഡൽഹിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ പരസ്യങ്ങൾ. അതൊരു പുതിയ ട്രെൻഡാണ്. എല്ലാ പാർട്ടികളും എല്ലാ മുന്നണികളും പരസ്യങ്ങൾ വോട്ടേഴ്സിന് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച്, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു മീഡിയ എന്ന നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് നാഷണൽ പാർട്ടിയും ഭരിക്കുന്ന പാർട്ടിയുമായുണ്ട് BJP-യിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ ദാമോദർ? എനിക്ക് തോന്നുന്നത് അവരുടെ മെസ്സേജിങ് ഒക്കെ വളരെ ഇതാണ് രണ്ട് മുന്നണികൾക്കുമെതിരെ. പക്ഷേ ഒരുതരം അത്ഭുതമെന്ന പോലെ മോഡിജിയെ ആകാശത്ത് കൊണ്ടുവരുന്നതാണ് എനിക്ക് ചിരി വന്നത്. കണ്ടപ്പോൾ ചിരി വന്നു. അത് അദ്ദേഹം തന്നെ പറഞ്ഞ ഞാനൊരു നോൺ ബയോളജിക്കൽ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണമാണ് എനിക്ക് തോന്നിയത്. താങ്കൾക്ക് അതിന്റെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് എങ്ങനെയാണ് തോന്നുന്നത്? BJP-യുടെയും CPM-ന്റെയും LDF-ന്റെയും UDF-ന്റെയും പരസ്യത്തിൽ BJP അവരുടെ സാമ്പ്രദായികമായിട്ടൊരു കാഴ്ചപ്പാട്, സാമ്പ്രദായികത്തിന് കേരളത്തെക്കുറിച്ചുള്ള BJP-യുടെ ഒരു സമീപനമുണ്ട്. അതായത് മതിയായി, രണ്ട് മുന്നണികളും രണ്ട് മുന്നണികളും, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കേരളത്തെ ഇത്രയും കാലം മാറി മാറി ഭരിച്ചതിന് ശേഷം അവർ നമുക്ക് പ്രത്യേകിച്ചൊന്നും കേരളത്തിലൊന്നും നേടിയിട്ടില്ല, കേരളത്തിലെ വികസനങ്ങൾ വളരെ പിന്നിലാണ് തുടങ്ങിയിട്ടുള്ള സ്ഥിരം BJP പൊതുവിൽ പറയുന്ന കാര്യം അതിനെ കുറച്ച് സിനിമാറ്റിക് രീതിയിൽ അവതരിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. ഉദാഹരണം, സിനിമ എന്നുള്ളതാണ് അവർ കുറേ ട്രോപ്സ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മലയാള സിനിമയിലെ പോപ്പുലർ ചില കഥാപാത്രങ്ങളെ വെച്ച് ആണ് ഈ ഡ്യുവൽ കഥാപാത്രങ്ങൾ പലതുണ്ട്. അപ്പോൾ അവരെ വെച്ചാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സാർ നേരെ സൂചിപ്പിച്ച പോലത്തെ കാര്യങ്ങൾ, അതൊക്കെ BJP കാലങ്ങളായിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്സ് മെസ്സേജ് ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. അപ്പോൾ അത് കുറച്ചുകൂടി വിഷ്വലി അപ്പീലിംഗ് ആക്കിയ രീതിയിൽ പിന്നെ ആൾക്കാരുടെ മനസ്സിൽ പോപ്പുലർ സിനിമ പെട്ടെന്ന് റീകോൾ ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ആ രീതിയിലാണ് അവർ അതിനെ കോഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്കൊരു പുതിയ കാര്യം അവർക്ക് പറയാനില്ല. കാര്യം രണ്ട് മുന്നണിക്ക് വരെ ഞങ്ങളെ തിരഞ്ഞെടുക്കുക, ഞങ്ങളുടെ വികസനത്തിൽ ഞങ്ങളാരും കൂടുതൽ നന്നാക്കാൻ പറ്റുക. പിന്നെ മോഡിയുടെ ഈ പറഞ്ഞൊരു സാന്നിധ്യം, ഒരു ദൈവികമായ, എനിക്ക് ഫീൽ ചെയ്ത ഒരു തികച്ചും ട്രാൻസാക്ഷണലാണ്. അതായത് നിങ്ങൾ നമ്മളെ വോട്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ചിലതൊക്കെ തരും, അത് തരാൻ വേണ്ടി ഡൽഹിയിലെ മോദി എന്ന ഒരാൾ ഇരിപ്പുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഹോമിലിയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ ഇത് വളരെ ഇതാണ്. അതായത് ഇവർ രണ്ടുപേരും ചെയ്യുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്ത് കൊണ്ടുവരും എന്ന് പറയുന്നില്ല. അതാണ് അവർ രണ്ടുപേരും ഇതുവരെ നിങ്ങൾക്കൊന്നും തന്നില്ല, പക്ഷെ ഞങ്ങളെ വന്നാൽ ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരാളുണ്ട്, അദ്ദേഹം ആയിട്ട് ഞങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടത് ചെയ്യും എന്നുള്ളൊരു ട്രാൻസാക്ഷണൽ, അത് വോട്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ട്രാൻസാക്ഷണൽ മെസ്സേജിങ് എത്ര കൊണ്ട് ഫലിക്കും എന്ന് എനിക്ക് സംശയമുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? വളരെ ശരിയാണ്. കാര്യം അതന്നെയാണ് എപ്പോഴും പറഞ്ഞത്. പക്ഷെ അവർക്കത് ഒരു മാറ്റം കൊണ്ടുവരാമെന്ന സാധ്യത നിലനിന്നിരുന്നു. അതായത് ഈ പറഞ്ഞ വാദഗതികൾ സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരിൽ MP തിരഞ്ഞെടുത്തു വിട്ടു. ആ MP ശേഷം കേരളത്തിൽ എന്തെങ്കിലും ഒരു പുതിയ അതിൻ്റെ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസന പദ്ധതി ഈ ചെറിയ കാലത്തിനുള്ളിൽ അവർ നടപ്പാക്കിയിരുന്നെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് അവർക്ക് ക്യാമ്പയിൻ നടത്തായിരുന്നു. ഒന്നും ഹൈലൈറ്റ് ചെയ്യാനില്ല. അവർക്ക് ഇപ്പോഴും എയിംസ് വരും എന്ന് പറയുന്നു. ഒരു ഭാഗത്ത് എയിംസ് വേണ്ട, കേന്ദ്ര ഗവൺമെന്റ് എയിംസ് അനുവദിച്ചെന്ന് പാർലമെന്റിൽ മന്ത്രി ഉത്തരവ് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് BJP മുമ്പൊരു ഉണ്ടാക്കിയിരുന്ന ഈ തരത്തിലൊരു ചേഞ്ചിന്റെ ഫാക്ടർ ഇല്ലാതായി. കാര്യം ഒന്നും പ്രത്യേകിച്ചില്ല. കാര്യം വീണ്ടും പഴയ പല്ലവി ആവർത്തിക്കുന്നു. കാര്യം കേന്ദ്രത്തിൽ ഞങ്ങൾ അധികാരത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചാൽ തീർച്ചയായും കേരളത്തിൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ അവർക്കൊരു സ്കോപ്പ് ഇല്ല ആൾക്കാർക്ക്. അപ്പോൾ കേരളത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ മാറ്റം കൊണ്ടുവരികയും അത് മെസ്സേജ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. കേരളത്തിൽ തൃശ്ശൂരിലെ അവരുടെ വിജയം അതൊരു പരാജയമായിട്ടാണ് മാറിയത്. കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പുതിയ മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല. മാത്രമല്ല, മലയാളിയുടെ മനസ്സിൽ വയനാട് ചൂരൽമല ദുരന്തം മലയാളിയുടെ മനസ്സിലുണ്ടാക്കിയ ആഘാതവും, അതിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നു, അവിടുത്തെ പിഞ്ചു കുഞ്ഞിനെടുത്ത് ഓമനിച്ചപ്പോൾ കേരളം വിചാരിച്ചിരുന്നു കേന്ദ്രം വലിയ സഹായിക്കുന്നു. കേന്ദ്രത്തിന് കുറച്ച് ഫണ്ടൊക്കെ ലഭിച്ചിട്ടില്ല പറഞ്ഞു, പക്ഷേ അതൊരു സഹായ ഹസ്തം നീട്ടിയ പോലെ ഒരു അനുഭവം മലയാളിക്ക് ഉണ്ടായില്ല. അപ്പോൾ അതിന് കേരളത്തിലെ ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും കേന്ദ്ര സഹായത്തെക്കുറിച്ചുള്ള നിലപാടുകളാണ് കൂടുതൽ ആൾക്കാർ സ്വീകരിച്ചത്. കാര്യം തീരെ കേന്ദ്രം സഹായിച്ചില്ല എന്നുള്ളത്. അതുകൊണ്ട് ആ നിലയ്ക്കൊരു കേന്ദ്ര വിരുദ്ധത ആൾക്കാരുടെ മനസ്സിൽ ചൂരമലയ്ക്ക് ശേഷം ഒരുപക്ഷെ ഉണ്ടാവും. അതിനെ മറികടക്കാൻ തരത്തിലൊരു മെസ്സേജിങ് അല്ല. ഇതിലിപ്പോൾ ഒരു പതിവായി ചെയ്യുന്ന പോലെ രണ്ട് മുന്നണി കേരളത്തിൽ ഇവർ മാറി മാറി ഭരിക്കുന്നവർ തമ്മിൽ തല്ലുകൂടുന്നു. ഇവർ വേറെ രണ്ട് ചേട്ടൻ, അനിയൻ ബാവ ചേട്ടൻ ബാവ എന്നാണ് വിളിക്കുന്നത്. അനിയൻ ബാവയും ചേട്ടൻ ബാവയാണ്.
അവരൊന്നുമല്ല, ഞങ്ങളുടെ മഹാനായ നേതാവ് അവിടെ ഡൽഹിയിലുണ്ട്, അദ്ദേഹം നിങ്ങൾക്കെല്ലാം സമ്മാനിക്കും. പക്ഷെ അതൊന്നും അത്ര എളുപ്പത്തിൽ സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു ആ ഒരു മെസ്സേജിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഹൈലൈറ്റിന് ഒന്നും ബി ജെ പിക്ക് ഇല്ല കേരളത്തെക്കുറിച്ച്, അതാ പ്രശ്നം. കേരളത്തെക്കുറിച്ച് അവർക്ക് ഒന്നും ഹൈലൈറ്റ് ചെയ്യാനില്ല. അപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ അവരത് മെസ്സേജിൽ ഉൾപ്പെടുത്തിയത്, അവർക്ക് ദക്ഷിണത്തെ കുറിച്ച് അങ്ങനെ ഹൈലൈറ്റ് ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ ഈ നിലയിൽ അതിനുള്ള ചുരുക്കി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അല്ല, അത് എനിക്ക് ഒരുതരം പൊളിറ്റിക്കൽ ഫറ്റീഗ് അവർക്കുണ്ട്. അതായത് ഇതിൽ കൂടുതൽ അവർ ഇതിനെ പറഞ്ഞാൽ അത് ഒരു കാരണം എനിക്ക് തോന്നുന്നത് അവർക്ക് ബി ജെ പിക്കുള്ള ഒരു പ്രശ്നം വെച്ചാൽ അവരുടെ ദേശീയമായുള്ള ഹിന്ദുത്വ അജണ്ട കേരളത്തിൽ അവർക്ക് നേരാവണ്ണം പ്രയോഗിക്കാൻ കഴിയുന്നില്ല. അത് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇതുള്ളതുകൊണ്ട്, പോപ്പുലേഷൻ്റെ പ്രത്യേകത കൊണ്ട്. അതായത് 40-45% മൈനോറിറ്റീസ് ഉള്ളിടത്ത് പോയി ഹിന്ദുത്വ അജണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ആ 45 പേരെ മാറ്റി നിർത്തുവാണെന്ന് എല്ലാവർക്കും അറിയാം. അത് അവർക്ക് വളരെ കൃത്യമായി അറിയാം. പക്ഷേ ഏറ്റവും തമാശ ഈ ഒരു ഇലക്ഷൻ നടക്കുന്ന ഒരു സദ്യ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളം മാത്രമല്ല, വെസ്റ്റ് ബംഗാളും കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു. ഈ വെസ്റ്റ് ബംഗാളിൽ കേരളത്തിൽ ഒരു സൈസബിൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ പോപ്പുലേഷൻ, സൈസബിൾ നല്ല ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. വെസ്റ്റ് ബംഗാളിൽ ചില കോൺസ്റ്റിറ്റ്യുവൻസിയിൽ സൈസബിൾ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ട്. ഈ രണ്ട് സ്ഥലവും മനസ്സിലുള്ള സമയത്ത് എങ്ങനെയാണ് FCRI പോലൊരു നിയമം കൊണ്ടുവരാൻ അവർക്ക് മടിയില്ലാതായി പോയത് എന്നുള്ളത് ബി ജെ പി അവരുടെ കോർ ഐഡിയോളജി ഒരിക്കലും മാറാൻ ഉദ്ദേശിക്കുന്നത് ഒന്നുകൂടി തെളിയിക്കുന്നു. അപ്പോൾ ഏത് തരത്തിൽ ബി ജെ പിയുടെ പൊളിറ്റിക്സിലേക്ക് വല്ല ആൾക്കാരും അട്രാക്ട് ചെയ്യപ്പെട്ടുണ്ടെങ്കിൽ ആ അട്രാക്ഷനൊന്നും അർത്ഥമില്ല. കാര്യം ബി ജെ പി അതിൻ്റെ കോർ ഐഡിയോളജി എന്നതിൽ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റവും വരുത്തില്ല. പിന്നെ ഇലക്ഷൻ എല്ലാവർക്കും അറിയുന്ന ഇലക്ഷൻ ആയതുകൊണ്ട് പിന്നീട് ആ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് തൽക്കാലത്തേക്ക് അത് മാറ്റി വെച്ചിരിക്കുന്നു. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് വീണ്ടും അല്ല, അവിടെയാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഈ മെസ്സേജിങ്ങിന്റെ ഒരു പ്രശ്നം. അതായത് അവർക്ക് ഇതിൽ കൂടുതൽ അവരുടെ കോർ ഐഡിയോളജി, ഞങ്ങളൊരു ഹിന്ദു ടെമ്പിൾസ് ഏറ്റെടുക്കുമെന്നോ അയ്യപ്പ ശബരിമല ഏറ്റെടുത്ത് ഞങ്ങളത് ടൂറിസ്റ്റ് കേന്ദ്രമാക്കുന്നു എന്ന് പറയാൻ അവർക്ക് കഴിയുന്നില്ല. ഇങ്ങനെയുള്ള കാരണങ്ങളുണ്ട്. നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ അഡ്വർടൈസ്മെന്റിലേക്ക് പോകാം. എനിക്കും വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത് ഗ്യാരണ്ടിയെ അവർ എതിർക്കുന്നത് ശരിയാണ്. പക്ഷേ അത് പറഞ്ഞ ശേഷം ഈ കൊതുകിനെ അടിക്കുന്ന പോലെ ഒരു ബാറ്റ് കൊണ്ട് അത് അടിച്ചു മാറ്റുന്നത്, അത് എനിക്കൊന്ന് അതൊരു അഫ്രണ്ട് ടു ദ പബ്ലിക്. ഒരു പബ്ലിക്കിൻ്റെ മണ്ടേ ഒരു പൊളിറ്റിക്കൽ പോയിന്റിനെ നിങ്ങൾ അടിച്ചു മാറ്റുകയാണ്. അത് ഫിസിക്കലി അടിച്ചു മാറ്റുന്ന രീതിയിലുള്ള ഒരു അത് എനിക്ക് അത്ഭുതപ്പെട്ടു പോയി. എന്താണ് അത്? നമ്മൾ ആ ഒരു ചെറിയ ടെലിവിഷൻ ക്ലിപ്പ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അടിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ആ വളരെ കൃത്യമായിട്ട് വരുന്നുണ്ട്. ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ഗ്യാരണ്ടി കൊണ്ടുവരുന്നത് എന്നുള്ള അത് വളരെ കൃത്യമാണ്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് ഇത് ഓവർ കോൺഫിഡൻസ് അല്ലേ കാണിക്കുന്നത്? ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം തീർച്ചയായും. പക്ഷേ ഈ ആ ഒരു വളരെ നെഗറ്റീവായിട്ടൊരു കോഡിങ് മെസ്സേജിങ് അതിൻ്റെ അകത്തുണ്ട്. അത് മാത്രം വയലൻ്റ് ആണ്. കാര്യം വായടച്ചത് നിശബ്ദമാക്കുക. അത് നമ്മളൊരു ആൾ വന്ന് ലൗഡ് സ്പീക്കർ സംസാരിക്കണം. അപ്പോൾ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്ന കേരളത്തിലെ ആൾക്കാർ രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലൗഡ് സ്പീക്കർ അടിച്ച് ഇല്ലാതാക്കുക പറയുമ്പോൾ വായടപ്പിക്കും എന്ന തരത്തിലുള്ള ഞങ്ങൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള കാര്യങ്ങളോട് ഞങ്ങളുടെ സമീപനം ഇങ്ങനെയായിരിക്കും, ഞങ്ങൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയാൻ സമ്മതിക്കില്ല എന്ന തരത്തിലൊരു വളരെ വയലൻ്റ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. കാര്യം എനിക്കോട് മറ്റ് ഒരു പരസ്യത്തിലും ഞാൻ ഇത്ര വയലൻസ് കണ്ടില്ല. കാര്യം ഒരു വയലൻസ് എനിക്ക് പാർട്ടി വില്ലേജ് മെന്റാലിറ്റി ഉള്ള ആരെങ്കിലും ഒക്കെ ചെയ്തായിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ വരാൻ സാധ്യത. പിന്നുള്ളത് എനിക്കൊന്ന് ആദ്യമായിട്ടായിരിക്കും ഒരു ചീഫ് മിനിസ്റ്റർ ഒരു 60 സെക്കൻഡിന്റെ ക്ലിപ്പ്, അതായത് 30-40 സെക്കൻഡിന്റെ ക്ലിപ്പിൽ വന്ന് അദ്ദേഹം നേരിട്ട് നിങ്ങളോട് പറയുകയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം. ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് ഓവർ ഡൂയിങ് അല്ലേ എന്നൊരു സംശയം. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ഞാൻ ഫെബ്രുവരിയിൽ വന്നപ്പോൾ KSMTCയുടെ പുറകിലെല്ലാം പിണറായി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കേട്ടു റോഡുകളുടെ രണ്ട് സൈഡിലും ഒരു സൈഡിൽ മൊത്തം പിണറായി, മറ്റു സൈഡിൽ നരേന്ദ്രമോദി ഇന്ന് ചിരിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം നേരിട്ട് വന്ന് നമ്മളോട് പറയുകയാണ് എന്തുകൊണ്ട് നിങ്ങൾ, അതായത് ഈ ഇലക്ഷനിലെ ഇടതുപക്ഷം ഏകദേശം അവരുടെ ഒരുതരം മാൻഡേറ്റ് പിണറായിക്കോ ഇടതുപക്ഷത്തിന് പോലുമാണല്ല പിണറായിക്കുള്ള ഒരു മാൻഡേറ്റ് ആണെന്നതിലേക്ക് ചുരുങ്ങുന്ന രീതിയിലുള്ള ഒരു പ്രചരണമല്ലേ നടത്തുന്നത്? വളരെ സംശയമില്ലാത്ത കാര്യം സാർ. ആ കാര്യം
ഇടതുപക്ഷത്തിന്റെ പരസ്യം എന്ന് പറയുമ്പോൾ അവർ ഒരു പൊളിറ്റിക്കൽ അഡ്വൈസറി, പൊളിറ്റിക്കൽ ഇടതുപക്ഷം എപ്പോഴും ചെയ്യുന്ന ലോകത്തിന്റെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഇലക്ഷൻ എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയം പറയാനുള്ള അവസരമാണ്, ജനങ്ങളായി രാഷ്ട്രീയം സംസാരിക്കാനുള്ള അവസരം. അതിൽ അവർ ലോകത്തിന്റെ ലോക രാഷ്ട്രീയം പറയും, ഇന്ത്യയുടെ രാഷ്ട്രീയം പറയും, സമകാലിക രാഷ്ട്രീയം പറയും. അത് ഇലക്ഷൻ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് കണ്ടില്ല, എല്ലാ കാലത്തും ലോകത്ത് കണ്ടത് ഇലക്ഷൻ എന്നുള്ളത് അവരെ സംബന്ധിച്ചും രാഷ്ട്രീയം ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള, വിദ്യാഭ്യാസം ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ്. പക്ഷെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ യാതൊന്നും നമ്മൾ കണ്ടില്ല. ഇത്രയും കാലത്തെ ചരിത്രത്തിൽ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം സംവദിക്കാനും ജനങ്ങളെ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവരുടെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും ഒരു വേദിയായിരുന്നു തെരഞ്ഞെടുപ്പ്. പക്ഷെ അങ്ങനെ ഒന്നും കണ്ടില്ല. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിട്ട്, അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രം കേന്ദ്രീകരിച്ച്, പ്രത്യയശാസ്ത്രമില്ല, ചരിത്രമില്ല, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറ്റു നേട്ടങ്ങളിലെ ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് പറയലൊന്നുമില്ല. എന്തിനു പറയുന്നു? BJP വിരുദ്ധ എന്ന് വിളിക്കുന്നവരുടെ രാഷ്ട്രീയം പോലും തുലവുമില്ല. ഇല്ല, എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത് ഇറാനിൽ യുദ്ധം നടക്കുന്നു. അവിടെ ഏകദേശം 10 ലക്ഷം വരുന്ന മലയാളികൾ വളരെ അഫക്റ്റഡ് ആണ്. നമ്മുടെ അടുക്കളകളിൽ LPGക്ക് ക്ഷാമമുണ്ട്. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടത് ഗ്രൂപ്പിനെ അതൊരു ഒരു 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 പ്രശ്നമല്ല എങ്കിൽ അത് എന്താണ് കാണിക്കുന്നത് എന്നാണ് എനിക്ക് സംശയമുണ്ട്. വളരെ ശരിയാണ് സാർ. അതിനകത്ത് ഒരു ഐഡിയോളജൈസ് ചെയ്യപ്പെട്ട, പൊളിറ്റിസൈസ് ചെയ്യപ്പെട്ട ഒരു വളരെ വളരെ തരത്തിൽ പറയാം, വളരെ ഈ ഒരു സിമിയോട്ടിക് പ്ലേ എന്നൊക്കെ ഒരു ചിഹ്നശാസ്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു സിംബോളിക് പ്ലേ മാത്രമായി പരസ്യം മാറി. ഇവർക്ക് ലെഫ്റ്റിന്റെ പൊളിറ്റിക്സ് അതിനൊരു ക്ലാസിക്കൽ സ്വഭാവമുണ്ട്, അതിന് ആന്റി ഇമ്പീരിയലിസം ആണ്. ആൾക്കാരൊക്കെ പരിഹസിക്കായിരിക്കും, പക്ഷെ അതിന്റെ പൊളിറ്റിക്സ് ആണ് ആന്റി ഇമ്പീരിയലിസം ആണ്. അതൊന്നും അതിൻ്റെ അകത്ത് പറയപ്പെട്ട് ഒരു വാക്ക് പോലും ഉന്നയിച്ചിട്ടില്ല. ഇവരുടെ നിലപാടുകളിലൊന്നും പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഭരണം എന്നുള്ള ഫാഷിസ്റ്റ് ഭരണമാണെന്നാണ് CPM, അല്ലെങ്കിൽ ന്യൂ ഫാഷിസ്റ്റ് ഭരണമാണ്. അതിനെതിരെയുള്ള ക്യാമ്പയിനായിട്ട് വരണ്ടേ? ഏതെങ്കിലും 2 വാക്കുകൾ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തില്ല. MAB പ്രസംഗത്തിൽ എവിടെയെങ്കിലും സൂചിപ്പിച്ചല്ല കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ ക്യാമ്പയിനേഴ്സ് ആരും തന്നെ പരാമർശിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ചീഫ് ക്യാമ്പയിനർ, അതിനുശേഷം താഴെയുള്ള ആൾക്കാർ ആരും തന്നെ ആ വിഷയം വരില്ല. തികച്ചും ഈ 10 വർഷം എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും 5 വർഷത്തെ നേട്ടം. അതായത് ഇതിൻ്റെ അകത്തൊരു വളരെ തമാശയായിട്ടുള്ള കാര്യം കൂടി ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഭരണമായിട്ടാണ് ഇവർ താരതമ്യം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഭരണം 5 വർഷം ഉണ്ട്, 2011-2016 വരെ. ഇവർക്ക് ലോങ് സ്ട്രെച്ച് കിട്ടിയിട്ടുണ്ട് 10 വർഷം. ആ 10 വർഷത്തിൽ ഈ അവസാനത്തെ 5 വർഷം നേട്ടമാണ് 10 വർഷം നേട്ടമായിട്ട് അവതരിപ്പിക്കുന്നത്. കാര്യം ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്ന അത്ര പറയത്തക്ക നേട്ടം ഇവർക്ക് തന്നെ അവതരിപ്പിക്കാനില്ല. അതായത് 2016-21 വരെയുള്ള നേട്ടത്തെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാൻ തക്ക നേട്ടങ്ങളില്ല. ഈ പറയുന്ന വികസനം എന്ന് പറയുന്ന മേഖലയിൽ നടന്ന നേട്ടം ഈ വിഴിഞ്ഞമാണെങ്കിലും, ഇപ്പോൾ നിർമ്മിക്കാൻ പോകുന്ന തുരങ്കപാതയാണെങ്കിലും, പാലങ്ങളാണെങ്കിലും, ദേശീയപാതയാണെങ്കിലും ഒക്കെ തന്നെ ഈ ടൈമിൽ വന്നതാണ് പ്രധാനമായിട്ടും. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതൊരു പക്ഷേ വേറൊരു പാർട്ടിക്ക് ചെയ്യാവുന്ന ക്യാമ്പയിനാണ്. CPM-ന്റെ ഒരു പൊളിറ്റിക്കൽ പ്രസന്റ് ഉണ്ടെങ്കിൽ മറ്റു പാർട്ടിക്ക് നടത്താം വികസനം, BJP നടത്താവുന്ന ഒരു ക്യാമ്പയിൻ, BJP പ്രസംഗം നടത്തുന്ന ക്യാമ്പയിനും കൂടിയാണത്. അപ്പോൾ അതിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചും ആ വികസന നായകൻ ഇതെല്ലാം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ സൃഷ്ടിയാണെന്ന് നിലയ്ക്ക് അതൊരു ഇടതുപക്ഷത്തിൻ്റെയോ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഒന്നല്ല, ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തി എന്ന നിലയ്ക്കാണ്. അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, ഒരു മുന്നണിയുടെ വിൽ പവർ, ഒരു ഇച്ഛാശക്തി, അത് ജനങ്ങളുടെ ഇച്ഛാശക്തിയാണ്, ജനകീയമായ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് നടന്നല്ല പറഞ്ഞത് ഒരു വ്യക്തിയുടെ കഴിവായിട്ടാണ് കാണിക്കുന്നത്. ഇവരുടെ പ്രസംഗത്തിലും ഇവരുടെ വർത്തമാനത്തിലും ഒരു വ്യക്തി, ആ വ്യക്തിയില്ലെങ്കിൽ കേരളം ഇല്ലാന്ന അവസ്ഥ, ആ വ്യക്തിയില്ലെങ്കിൽ മുന്നണി ഇല്ലാന്ന അവസ്ഥ, ആ വ്യക്തിയില്ലെങ്കിൽ പാർട്ടി ഇല്ലാന്ന അവസ്ഥ. അതൊരു വളരെ വിചിത്രമായിട്ടൊരു ആർഗ്യുമെന്റാണ്. ഭൂരിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇടതുപക്ഷത്തിൻ്റെയും ഒരു ലോകത്തില്ലാത്ത വിധത്തിൽ അനുഭവമായി അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. കാര്യം എല്ലാം ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ആ വ്യക്തിയാണ് എല്ലാത്തിൻ്റെയും പ്രതീകം. ആ നിലയിലാണ് ഇവരുടെ ക്യാമ്പയിനും മെസ്സേജിങ്ങും പരസ്യങ്ങളും എല്ലാം, പൊതു ക്യാമ്പയിനുകൾ, അതുപോലെ ടെലിവിഷൻ ചാനലിലെ ഇന്റർവ്യൂസ് എല്ലാം ഒരു വ്യക്തി മാത്രം, ആ വ്യക്തി ഇല്ലെങ്കിൽ ഇതൊന്നും തോന്നലാണ് ഉണ്ടാക്കി. അല്ല, അവിടെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനും BJP 2004 ഇത് തന്നെയാണ് ചെയ്തത്. പക്ഷെ അന്ന് പോലും എനിക്ക് തോന്നുന്നു അടൽ ബിഹാരി വാജ്പേയി അത് ഇതുപോലെ അടൽ ബിഹാരി വാജ്പേയി ആണ് എല്ലാം കൊണ്ടുവന്നതെന്ന് ഒരിക്കലും പറഞ്ഞില്ല. അവർ പറഞ്ഞ NDA ആണ് കൊണ്ടുവന്നത്, ഇന്ത്യ ഷൈനിങ്ങും അത് കണ്ടിന്യൂ ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തരണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഇത് അപകടകരമെന്ന് പേഴ്സണലൈസ് ചെയ്യപ്പെട്ടു. അതായത് ഒരു നേതാവിൻ്റെ നേട്ടമായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോ പറഞ്ഞ പോലെ പിണറായി has become an asset and can also be a liability in case. അപ്പം അസറ്റ് ലയബിലിറ്റി ലെവലിലേക്ക് നേതൃത്വത്തെയും പൊളിറ്റിക്സിനെയും കൊണ്ടുവരുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുപോയിരുന്നു. അത് അവരുടെ ചോയ്സ്. UDF-ന്റെ ക്യാമ്പയിനെ പറ്റി എന്താ പറയുക? അവരെ മുഴുവൻ കേരളം ജയിക്കാൻ ഞങ്ങൾ വേണം എന്നുള്ള മട്ടിലാണ്
പറയുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജനറലൈസ്ഡ് ആണ്. ഞങ്ങൾക്ക് ഒരു അവർക്ക് ഒരു തരം പറഞ്ഞാൽ അവർക്കൊരു അപ്പർ ഹാൻഡ് എന്നുള്ള ഒരു രീതിയിലാണ് അവരുടെ പെരുമാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരും വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഗ്യാരണ്ടിയുടെ കാര്യമല്ലാതെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യമല്ലാതെ മറ്റൊന്നും വളരെ സ്പെസിഫിക് ആയിട്ട് അവർ പരസ്യങ്ങളോടെ പറയുന്നില്ല എന്നുള്ളൊരു സംഗതിയുണ്ട്, ഇല്ലേ? ഇന്ദിരാഗാന്ധിയുടെ കാര്യം അവർ വ്യത്യസ്തത പറയും, മറ്റു കാര്യം അവർ പറയുന്നില്ല എന്നുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ LDFന്റെ വികസന നയം തന്നെയാണ് UDFന്റെ. വ്യത്യസ്ത നിലപാടുകൾ അവർക്കില്ല എന്നുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി എന്തൊക്കെയാണോ എയർപോർട്ടിന്റെ വികസനമാണെങ്കിലും വിഴിഞ്ഞാണെങ്കിലും ഉമ്മൻചാണ്ടി എന്താണോ വിഭാവന ചെയ്തത് അതൊക്കെ തന്നെയാണ് LDF കൊണ്ടുനടക്കുക. വികസനത്തിന്റെ കാര്യം ഈ അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സീ പ്ലെയിനൊക്കെ വളരെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സീ പ്ലെയിൻ ഉണ്ട്. ഇത്തരം UDFന്റെ വികസനം അത് ഇപ്പോഴല്ല, ഇടതുപക്ഷമാണ് ഇപ്പോഴാണ് വികസന സ്വഭാവത്തിലേക്ക് വന്നത്. UDF 91 മുതൽ കേരളത്തിൽ എപ്പോഴൊക്കെ UDF ഭരിച്ചിരുന്നു, അതായത് UDF ആയിട്ട് ഭരിച്ചിരുന്നു. ഇപ്പോൾ കരുണാകരൻ്റെ കാലം മുതൽ തന്നെ ഇങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ വികസനം അതുപോലെ വൻകിട വികസനങ്ങൾ തുടങ്ങിയ UDFന്റെ ഒരു പ്രവർത്തന രീതിയാണ്. അതിന് വ്യത്യസ്തമായിട്ട് ആ പദ്ധതിക്കൊപ്പം തന്നെ ആദ്യമായിട്ടാണ് UDF ഈ വെൽഫെയറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി, അത് പുതിയ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്സാണ്. ആ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു പുതിയ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് അതൊരു തികച്ചും വ്യത്യസ്തമായ സംഭവമാണ്. പക്ഷേ നെഗറ്റീവ് ക്യാമ്പയിനും ധാരാളമായിട്ട് UDF നടത്തുന്നു. ഇന്നത്തെ അവർ പരസ്യം നോക്കിയാൽ എല്ലാം LDF ഗവൺമെൻറ് മറ്റാരുണ്ട് എന്ന് ചോദിച്ചിട്ട് ഈ ഒരുപാട് നെഗറ്റീവ്സ് ആണ്. ഈ ഗവൺമെൻറ് LDF ചെയ്തിട്ടുള്ള മറ്റാരുണ്ട്, ഈ ഇത് ഇപ്പോൾ PSC ജോലി കൊടുക്കാത്തത് അങ്ങനെ പറഞ്ഞ് മറ്റാരുണ്ട് ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ തരത്തിൽ മറ്റാരുണ്ട് എന്നുള്ളത് വെച്ചുകൊണ്ട് കുറേ ഒരു നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിനാണ്. അപ്പോൾ UDFന്റെ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ക്യാമ്പയിൻ, LDFനുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ തന്നെ ഒരുപാട് അവരും ചെയ്തിട്ടുണ്ട് ആ നിലയിൽ. പക്ഷെ അതുപോലെ ഇങ്ങനെ അടിച്ചിരുത്തുന്ന വിഷ്വൽസ് ഒന്നും അതിൻ്റെ അകത്ത് ഇല്ലെന്ന് ചോദിച്ചാൽ LDFനെതിരെ വ്യാപകമായിട്ട് ഒരു നെഗറ്റീവ് ക്യാമ്പയിനിങ്ങും UDFന് വന്നിട്ടുണ്ട്. വാസ്തവം പറയുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ഈ 3 പേരുടെ പരസ്യത്തിൽ ഈ ഒരു ഗ്ലിറ്ററും ഗ്ലാമറും ആ പുതിയ വിഷ്വൽ മീഡിയ സമാണെങ്കിലും മെസ്സേജിങ് ഒരു പുതിയൊരു ഇന്നോവേറ്റീവായിട്ട് നമുക്കൊന്നും തോന്നിയില്ല. ഇത് ഗ്ലിറ്ററും ഗ്ലാമറും വലിയ സ്പേസ് ഓക്കിപ്പോ ചെയ്തിട്ടുണ്ട്, എല്ലാ മീഡിയയിലും അവരകത്തുണ്ട് എന്നുള്ളത്. പിണറായി വിജയന്റെ മുഖം ഒരു പുതിയ കാര്യമായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അത് ആദ്യമായിട്ടാണ് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള LDFന്റെ ക്യാമ്പയിൻ. അത് ഒഴിച്ചാൽ ഇന്നോവേറ്റീവായിട്ട് എന്താണ് ഈ 3-ലുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക രീതിയിൽ? അവിടെയാണ് എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഒരു മീഡിയം എന്ന നിലയിൽ വളരെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്ത് അതും എനിക്ക് തോന്നുന്നത് ഇത് പരസ്യം അത് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. എത്ര വ്യത്യസ്തമായി ചെയ്താലും അവിടെ ഇരിക്കുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ അപ്രൂവലും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അവർ എത്ര വലിയ ബ്രില്യൻ്റ് ഐഡിയ കൊണ്ടുവന്നാലും അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ അത് പാസ് ചെയ്യണമല്ലോ. അതുകൊണ്ടല്ലേ അവർക്ക് കൊണ്ടുള്ളൂ. അതിൻ്റെ ഒരു ലിമിറ്റേഷനും കൂടെ ആകണം ഇത് എനിക്ക് തോന്നുന്നത്. നന്ദി, നമസ്കാരം. വേറൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.